അപ്പോൾ കൂട്ടുകാരി, അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇടയിലിടയിൽ ലൈവിൽ വരാൻ എന്നോട് സംസാരിക്കണം, എന്നോട് കൂട്ടുകൂടണം. അപ്പം ഓക്കെ. പിന്നെന്തുവാ, ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു ആമുഖം മാതിരി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ചാനലിനകത്ത് ടൈലറിങ്ങിനെ പറ്റിയുള്ള ടിപ്സുകളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എന്നെപ്പറ്റി പറയാം. ഞാൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ എൻ്റെ വീട് കേട്ടോ. ഞാനിപ്പോൾ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇവിടെ ഞാനിവിടെ വന്നിട്ട് 18 വർഷം കഴിഞ്ഞു. 18 വർഷത്തിന് കഴിഞ്ഞു, മേലെയായി, 20 വർഷത്തോളമായി. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു ഷോപ്പൊക്കെ ഇട്ട്, ടൈലറിങ് ഷോപ്പ്. അപ്പോൾ ഞാൻ പഠിച്ചത് പത്തനംതിട്ട BSS സെൻറ്ററിലാണ് ഞാൻ ഇതിൻ്റെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ ഒരു കട ഇട്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം കല്യാണത്തിന് ശേഷം ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ഷോപ്പ് ഇട്ടിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടൗണിൽ ഒരു നമ്പർ 1 കടയായിരുന്നു അപർണ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും തമിഴ്നാട്ടിലുള്ള നമ്മുടെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കാണുന്ന ആൾക്കാർക്കും അറിയാം. നാട്ടിലുള്ളവർക്കാണെങ്കിലും കാണുമ്പോഴറിയാം. ഞാൻ നാട്ടിൽ കടയിട്ടത് നല്ല രീതിയിലായിരുന്നു സ്റ്റിച്ചിങ്ങെല്ലാം പോയിട്ടിരുന്നത്. ഇവിടെയും സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൺദൃഷ്ടി. ഈ കണ്ണേറെന്നൊക്കെ പറയത്തില്ലേ, ഈ ഒരു കാര്യം നമ്മൾക്കും ഉണ്ട്, അതായത് ടൈലറിങ് ചെയ്യുന്നവർക്കും ഉണ്ട്. അപ്പോൾ അത് മുഖാന്തരം ഈ കൺദൃഷ്ടി കിട്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികൾ നിറയെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഒരു അനുഭവം പറയുമ്പം നിങ്ങൾക്കതൊരു പ്രചോദനമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഷോപ്പൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തിരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങുന്ന ക്യാഷിൻ്റെ കണക്കും ഒരു ജോലി കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടുന്നുണ്ടെങ്കിൽ കണക്കും ആ ജോലിക്കാരെ വെച്ച് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ അങ്ങനെ പെട്ടുപോയതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അതുവരേക്കും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ വർക്ക് ഒരുപാടായപ്പം 4 സ്റ്റാഫ് ഉണ്ടായിരുന്നു കടയിൽ. 8 മെഷീൻ ഉണ്ടായിരുന്നു. 8 മെഷീൻ എന്ന് പറഞ്ഞാൽ 4 ടൈലറിങ് മെഷീനും ഓവർലോക്ക് മെഷീന്, അപ്പുറം വീട്ടിൽ 2 മെഷീന്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വർക്കിലോട് അധികമായപ്പോൾ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പം അത് തന്നെയല്ല, അതിന് മുമ്പിൽ കാലിന് ചെറിയൊരു വേരിക്കോസ് വെയിനിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നതും ഡിസൈൻ കൊടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്യുന്നത്. അപ്പം എനി ടൈം ഞാൻ നിൽക്കുകയാണ്. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടയിൽ നിന്ന് വരുന്ന 10-11 മണിയൊക്കെ ആകും ചില സമയത്ത് വരുമ്പോൾ. അപ്പോൾ അതുവരേക്കും ഞാൻ ഒരേ നിന്നുള്ള പണിയായതുകൊണ്ട് അപ്പോൾ 4 സ്റ്റാഫിനെ ഞാൻ അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. അവർ തയ്ക്കുന്നതിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനിടയിൽ സ്റ്റാഫ് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കട്ട് ചെയ്ത് അവരെ നോക്കണം, അളവെടുക്കണം, പീസ് വെട്ടി സാമ്പിൾ കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പണികളും അത് ഒരേ രീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരേ നിപ്പ് തന്നെയാണ്, ഇരിക്കാൻ സമയമില്ല. കട്ടിങ്ങിന് അധികം, അപ്പം ഒരു ദിവസം 4 പേർക്ക് ഒരേപോലെ കട്ടിങ് ചെയ്ത് കൊടുക്കുന്ന എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരാളെ മെയിൻ്റെനൻസിന് നിർത്തിക്കഴിഞ്ഞപ്പം നമുക്കൊക്കെ ഈ കല്യാണ ഓർഡർ ഒരുപാട് വരും. ഈ സീസൺ ടൈമിലൊക്കെ ഈ ദീപാവലി സമയത്ത് ദീപാവലിയുടെ ഓർഡറും അതിൻ്റെ കൂടെ തന്നെ ദീപാവലിയുടെ സമയത്ത് തന്നെ നിറയെ മുഹൂർത്ത സമയങ്ങൾ കാണും. അപ്പോൾ ആ സമയത്ത് കല്യാണത്തിൻ്റെ ഓർഡറൊക്കെ നമുക്ക് അധികം വരും. അപ്പോൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പം ഞാൻ കടയിൽ മെയിൻ്റെനൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ ജോലിക്കെടുത്തു. ഇവിടെ ഈ നാട്ടുകാരിയാണ്. അപ്പോൾ ജോലിക്കെടുത്ത് കഴിഞ്ഞപ്പം അതുവരേക്കും ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് കേട്ടോ. തൃശ്ശൂരിൽ നിന്നുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു എനിക്ക് കടയിൽ. അപ്പോൾ ആ ചേച്ചി ആത്മാർത്ഥമായിട്ട്, ഞാൻ എങ്ങനെ ആ കടയിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു അതുപോലെയാണ് ആ ചേച്ചി ആ കടയിൽ നിന്നിരുന്നത്. ഞാനില്ലാത്ത സമയത്താണെങ്കിൽ ചേച്ചി
ഭയങ്കര ഉത്തരവാദിത്തം. അതേപോലെയൊക്കെയുള്ള ഒരു ജോലിക്കാരെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഭാഗ്യം ചെയ്യണം. അതേപോലെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആരിൽ തന്നെ എന്താണെന്നുള്ളൂ. ഒരു ഓവർ ടൈം ഒക്കെ നൈറ്റ് ചിലപ്പോൾ സമയത്ത് അർജൻറ്റ് ആണെങ്കിൽ നൈറ്റ് ഇരുന്നും കൂടെ പണി ചെയ്ത് തരും ചേച്ചി. അതേപോലെ തന്നെ ഇന്നൊരു മലയാളി കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇത് നല്ല സ്റ്റാഫായിരുന്നു എനിക്കിത്. പക്ഷേ ഞാൻ മെയിൻ്റനൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയപ്പം മുതലാണ് എൻ്റെ കട അധപ്പതിച്ച് തുടങ്ങിയത്. എന്താ വെച്ചാൽ എനിക്ക് അടിക്കടി സുഖമില്ലാതെ എനിക്ക് കടയ്ക്ക് പോയി അവിടെ കടയിൽ പോയി 1 മണിക്കൂർ എനിക്ക് ഇരുന്ന് സമയം ചിലവഴിച്ച് ആ കട നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്കില്ലാതെ പോയി. എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കല്യാണ ഓർഡറൊക്കെ വരുമെന്ന്. ഒരു കല്യാണത്തിൻ്റെ ഇപ്പോൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ബ്ലൗസിന് അധികം വർക്ക് ഉണ്ടാകത്തില്ല. അതേസമയം തമിഴ്നാട്ടിലൊക്കെ ഒരു ചെറിയൊരു ബർത്ത്ഡേക്ക് കൂടെ അവർ ബ്ലൗസ് എംബ്രോയ്ഡറി ഇട്ട് ആരി വർക്കൊക്കെ ചെയ്തിട്ടാണ് അവരിടുന്നത്. അപ്പോൾ ഒരു ബ്ലൗസിന് അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ദിവസം ഒരു ഓർഡറിന് ഒരു 4 ബ്ലൗസിന് എനിക്ക് ബില്ല് വന്നത് 20,000 രൂപ. ആ 20,000 രൂപ ഞാൻ ഒരു അർജൻറ്റ് വേറെ ഒരു വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, അതൊന്ന് വാങ്ങിക്കോ, പൈസ വാങ്ങിച്ച് അത് എണ്ണി എൻ്റെ കണക്ക് ടാലി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പൈസ അത് എണ്ണി മേടിച്ചിട്ട് അപ്പോൾ ഡ്രോയുടെ ചാവിയെല്ലാം ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ തന്നെ കൊടുത്ത് അവൾ തന്നെയാണ് ഡ്രോ തുറന്ന് പൈസ ബാലൻസ് കൊടുക്കുന്നതും പൈസ എടുത്ത് വാങ്ങി വയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ കണ്ടിന്യൂ നമുക്ക് ആർഡർ വന്നിട്ടിരിക്കുന്നു, ആർഡർ വെളിയിൽ പോകുന്നു, പൈസ വന്നുകൊണ്ടിരിക്കുന്നു, അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ പൈസ എന്ന് ആ കുട്ടിയുടെ കൈകൊണ്ട് വാങ്ങി ആ ഡ്രോയ്ക്കകത്തിട്ടോ അന്ന് മുതൽ എനിക്ക് ഡൗൺ ആകാൻ തുടങ്ങി. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഞാൻ കടയ്ക്ക് പോകാതായി. പിന്നെ ആ കാലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നത് അത് കൊറോണ സമയത്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് സെക്കൻഡ് വേവിൽ എനിക്ക് കൊറോണയും പിടിച്ചു. കൊറോണയും കുറച്ചിതായിപ്പോയി എനിക്ക്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് എനിക്ക് കടയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. എനിക്ക് അവിടെ പോയിരിക്കാനുള്ള. അപ്പോൾ ഞാനില്ലാത്ത സമയത്ത് കസ്റ്റമർ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അവരോട് റഫായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്, ഒരു ഇതില്ലാതെ. അപ്പോൾ അവർ പലരും എന്നോട് ഫോൺ ചെയ്ത് പറയും, ഇതേമാതിരി ചേച്ചി ഇരിക്കുന്ന സമയത്ത് പോലെ അല്ല. അപ്പോൾ ഞാൻ വിളിക്കുമ്പോഴെല്ലാം അവർ കംപ്ലയിൻറ്റ് ചെയ്യും, ചേച്ചി ഇരിക്കുന്ന സമയത്ത് പോലെ അല്ല, ചേച്ചി ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടി ചേച്ചി എത്ര സോഫ്റ്റായിട്ടാണ് മാനേജ് ചെയ്യുന്നത്, അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് ശരിയാകുന്നില്ല, ഞങ്ങൾക്ക് സങ്കടമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കസ്റ്റമറും കുറയാൻ തുടങ്ങി. ഞാനില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലായി എനിക്ക് ഇല്ലാതായത്. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചേച്ചി എപ്പോൾ അസുഖമെല്ലാം മാറി ചേച്ചിക്ക് കടയ്ക്ക് വരുന്നു അന്ന് ഞങ്ങളെ അറിയിക്കണം, ചേച്ചി ഞങ്ങൾക്ക് തയ്ച്ച് തന്നാൽ മതി, ചേച്ചിയുടെ മേൽനോട്ടത്തിൽ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി. എനിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ശരീരത്തിന് വീണ്ടും എനിക്ക് ആ ഒരു പഴയ ഹെൽത്തിലേക്ക് എനിക്ക് വരാൻ പറ്റിയത് അതിനോട്. അപ്പോൾ മറ്റ് സ്റ്റാഫ് എന്നോട് പറയുമായിരുന്നു, ചേച്ചി ശ്രദ്ധിച്ചോ, ഇന്നാൾ വന്നതിന് ശേഷമാണ് ചേച്ചിക്ക് ഇത്രയ്ക്ക് ഡൗൺ ആകുന്നത്. പക്ഷേ അന്നേരവും കസ്റ്റമർ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ ഡിലേ ആകും. ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഡിലേ ആയി കൊടുത്താലും വർക്ക് പെർഫെക്ഷനോടെ കൊടുക്കുന്നത് കൊണ്ട് അവർ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചാലും അവർക്ക് കുഴപ്പമില്ലേ. പറയുമായിരുന്നു, ലേറ്റായി കൊടുത്താലും ലേറ്റസ്റ്റായിട്ടാണ് ചേച്ചി കൊടുക്കുന്നതെന്ന് പറഞ്ഞാണ് അവർ സമാധാനപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരൊന്നും എന്നെ പറയില്ല, കുറച്ച് ലേറ്റായാലും അവരെ ഒന്നും സങ്കടപ്പെടുത്തില്ല. അപ്പോൾ ഞാൻ ചേച്ചിക്ക് എല്ലാ അസുഖമെല്ലാം മാറിയിട്ട് അതുവരെയ്ക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു അവരൊക്കെ. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൺദൃഷ്ടി എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മൾ ജോലി ചെയ്യുന്ന എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെറിയൊരു സ്ഥാപനമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മളത് കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എന്തൊരു കാരണത്തിലാലും നമ്മളിൽ നിന്ന് അകന്നു പോകാൻ നമ്മളായിട്ടൊരു കാരണം ആകരുത്. അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൺദൃഷ്ടി എന്ന് പറഞ്ഞ ഒരു ഒരു കാര്യം കൊണ്ടാണ് ഇത്രയ്ക്കും ഞാൻ ഡൗൺ ആയി പോയെന്നുള്ള ഒരു സത്യം എനിക്കിപ്പോഴും എനിക്കറിയാം.
പക്ഷേ ഇപ്പോഴാണ് ഞാനത് വീണ്ടും കുറച്ച് ഞാനത് വീണ്ടെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇനി ഒരു ഷോപ്പ് തുടങ്ങുന്ന മാതിരി എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മുടെ ജോലിക്കാരും വിശ്വസ്തമായിട്ട് നമുക്ക് ഇല്ലാത്തിടത്തോളം കാലം പഴയ മാതിരി ആ ചേച്ചിയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഒരു 2 കട ഒന്നിച്ചിടാനുള്ള ധൈര്യമുണ്ട് എനിക്ക്. കാരണം അതേപോലെയുള്ള ആത്മാർത്ഥമായിട്ട് സ്റ്റാഫുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇനിയല്ല എനിക്കതിന് ധൈര്യമില്ല. ധൈര്യമില്ലെന്നല്ല, വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീട്ടിലിരുന്ന് വരുന്ന ജോലികൾ ഞാൻ ചെയ്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പം കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങളെല്ലാം കുറച്ച് സോൾവ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ യൂട്യൂബ് ചാനലൊന്ന് തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ വർഷമേ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. അപ്പം ടൈലറിങ്ങിനെ പറ്റിയുള്ള ചെറിയ സംശയങ്ങളൊക്കെ ഞാൻ ഇതിനകത്തൂടെ വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരിക്കലും അത് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ജോലിയിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിലിരിക്കുക. അപ്പോൾ കൂട്ടുകാരി, അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇടയിൽ ലൈവിൽ വരാൻ എന്നോട് സംസാരിക്കണം, എന്നോട് കൂട്ടുകൂടണം. അപ്പം ഓക്കെ. പിന്നെന്തുവാ, ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു ആമുഖം മാതിരി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. പ്രാർത്ഥന തന്നെ മരുന്നും പ്രാർത്ഥനയും കൂടെ എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ മരുന്നും പ്രാർത്ഥനയും കൂടെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. നമുക്കൊരു സൂര്യോദയം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ.